ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിയാക്ഷന്റെ റേറ്റിനെ കുറിച്ചാണ് പഠിച്ചത്, അല്ലെങ്കിൽ റിയാക്ഷൻസിന്റെ സ്പീഡിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് വ്യത്യസ്ത തരം റിയാക്ഷൻ സ്പീഡുകളെ കുറിച്ചാണ്. അല്ലെങ്കിൽ റിയാക്ഷന്റെ സ്പീഡ് നമ്മൾ പല തരത്തിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. പ്രധാനമായും സ്പീഡ് നമ്മൾ രണ്ട് തരത്തിൽ എക്സ്പ്രസ് ചെയ്യും. ഒന്നിനെ ആവറേജ് റേറ്റ് എന്നും മറ്റൊന്നിനെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്നും പറയും. നിങ്ങൾ വെലോസിറ്റി പറയുമ്പോൾ അത് ആവറേജ് എന്നും ഇൻസ്റ്റന്റേനിയസ് എന്നും രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട്. ഇതുപോലെ തന്നെ റേറ്റിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. നമുക്ക് വെലോസിറ്റിക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു വിദ്യാർത്ഥി അവന്റെ വീട്ടിൽ നിന്ന് 20 കിലോമീറ്റർ സഞ്ചരിച്ച് സ്കൂളിലേക്ക് എത്തുന്നു. 20 മിനിറ്റ് കൊണ്ട് അവൻ 10 കിലോമീറ്റർ സഞ്ചരിച്ച് സ്കൂളിലെത്തുന്നു. എങ്കിൽ അവന്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്ന അവൻ സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ ദ ടൈം, ദാറ്റ് ഈസ് 10/20 ഈക്വൽ ടു 0.5 കിലോമീറ്റർ എന്ന് പറയാം. അപ്പൊ ഇവന്റെ ആവറേജ് സ്പീഡ് 0.5 കിലോമീറ്റർ പെർ മിനിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ 1/2 കിലോമീറ്റർ വെച്ച് ദൂരം സഞ്ചരിക്കുന്നു എന്നാണ്. ഇനി അവൻ സഞ്ചരിച്ച സമയം നമുക്ക് ഒന്നുകൂടെ നോക്കാം. അവൻ വീട്ടിൽ നിന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സഞ്ചരിച്ച് 8ാമത്തെ മിനിറ്റിലെത്തിയപ്പോൾ അവനൊരു ട്രാഫിക് സിഗ്നലിലെത്തി, അല്ലെങ്കിൽ ഒരു റെഡ് സിഗ്നലിലെത്തി. അപ്പോൾ അവന്റെ കാർ അവിടെ നിർത്തിയിടേണ്ടി വന്നു. ആ സമയത്ത്, അല്ലെങ്കിൽ ആ 8ാമത്തെ മിനിറ്റിൽ അവന്റെ കാറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഉള്ള ആ സ്പീഡിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ച് മാറുന്നു. അതേസമയം ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇതുപോലെയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷനുകളുടെ റേറ്റ് പറയുന്നത്. ഒരു ലാർജ് ടൈം ഇന്റർവെലിൽ നമ്മൾ മെഷർ ചെയ്യുന്ന റേറ്റിനെ ആവറേജ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ, ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെലിൽ, അല്ലെങ്കിൽ പർട്ടിക്കുലർ ടൈമിൽ 5ാമത്തെ മിനിറ്റിൽ അല്ലെങ്കിൽ 10ാമത്തെ സെക്കൻഡിൽ നമ്മൾ മെഷർ ചെയ്യുന്ന റേറ്റിനെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആർ ഗിവിംഗ് പി എന്ന് പറയുന്ന ഒരു റിയാക്ഷനിൽ ആർ എന്ന് പറയുന്ന റിയാക്ടന്റ്, പി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. ഇതിൽ R1 ഉം R2 ആണ് റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ അറ്റ് ടൈം T1 ആൻഡ് T2. എങ്കിൽ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ബൈ ടൈം, അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ബൈ ടൈം, സോ -dR/dt ആണ്. ഇനി പ്രോഡക്റ്റിന്റെ ടേംസിലാണെങ്കിൽ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ ടൈം ആണ്, അല്ലെങ്കിൽ dP/dt ആണ്. ഇനി ഇതേ റിയാക്ഷൻ തന്നെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഒരു ചെറിയ ടൈം ഇന്റർവെലിൽ ഉള്ള റേറ്റിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ dx/dt എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി റേറ്റ് നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? റേറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻസിനെയാണ് റേറ്റ് എക്സ്പ്രഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. നമുക്കൊരു ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻ നോക്കാം. എ ഗിവിംഗ് ബി. ഇതിൽ റേറ്റ് വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്നത് -dA/dt ആണ്. ഇതിൽ മൈനസ് സൈൻ ഉദ്ദേശിക്കുന്നത് എയുടെ കോൺസെൻട്രേഷൻ സമയം കഴിയുമ്പോൾ കുറയുന്നു എന്നാണ്. അതേസമയം റേറ്റ് വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് +dB/dt ആണ്, അല്ലെങ്കിൽ +ΔB/Δt ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നുകിൽ എയുടെ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന കുറവ്, അല്ലെങ്കിൽ ബിയുടെ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന ഇൻക്രീസ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കൊരു ജനറൽ റിയാക്ഷൻ നോക്കാം. A + B, B ഗിവിംഗ് C, C + DD.
ഈ റിയാക്ഷന്റെ റേറ്റ് നമുക്ക് ഇങ്ങനെ പറയാം. ഇതിലെ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷന്റെ ചേഞ്ച് വിത്ത് ടൈം അതിന്റെ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ വിത്ത് ടൈം അതിനെയും അതിന്റെ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. റിയാക്ടന്റുകളാണെങ്കിൽ ഒരു മൈനസ് സൈൻ കൊടുക്കുന്നു, പ്രോഡക്റ്റുകളാണെങ്കിൽ പ്ലസ് സൈൻ കൊടുക്കുന്നു. ഇപ്രകാരമാണ് നമ്മൾ റിയാക്ഷന്റെ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന് PCl5 gives PCl3 plus Cl2. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ PCl5 ബൈ ഡെൽറ്റ ടി, അല്ലെങ്കിൽ പ്ലസ് ഡെൽറ്റ PCl3 ബൈ ഡെൽറ്റ ടി, അല്ലെങ്കിൽ പ്ലസ് ഡെൽറ്റ Cl2 ബൈ ഡെൽറ്റ ടി എന്ന് പറയാം. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ, ഇനി ഇതേ റിയാക്ഷൻ തന്നെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി PCl ബൈ ഡി ടി, അല്ലെങ്കിൽ dPCl3 by dt or dCl2 by dt എന്നും പറയാം. ഇനി മറ്റൊരു എക്സാമ്പിൾ നമ്മൾ നോക്കാം. ഹൈഡ്രജനും ക്ലോറിനും ചേർന്ന് ഹൈഡ്രജൻ ക്ലോറൈഡ് ആവുന്ന റിയാക്ഷനിൽ ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും ടേംസിലുള്ള റേറ്റിൽ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. അതേസമയം HCl ആണെങ്കിൽ അതിന് പ്ലസ് സൈൻ ഉണ്ട്. പക്ഷേ HClന്റെ കോൺസെൻട്രേഷനെ അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷനെ നമ്മൾ അതിന്റെ നമ്പർ ഓഫ് മോൾസ് ആയ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്രകാരമാണ് നമ്മൾ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ റേറ്റ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഈ റേറ്റ് എക്സ്പ്രഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിയാക്ഷന്റെ റേറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൽ റിയാക്ടന്റുകളുടെ പ്രോഡക്റ്റുകളുടെയും ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ് ഇതിന്റെ റേറ്റ്. റിയാക്ടന്റുകളാണെങ്കിൽ ഒരു നെഗറ്റീവ് സൈനും, പ്രോഡക്റ്റ് ആണെങ്കിൽ പോസിറ്റീവ് സൈനും, പിന്നെ അവയുടെ എല്ലാം നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഓരോന്നിന്റെ കോൺസെൻട്രേഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചാണ് നമുക്ക് റേറ്റ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഈ റിയാക്ഷന്റെ റേറ്റിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഓക്കെ, ഈ ഇക്വേഷൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കുക. ഇതിൽ എയുടെ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന ഡിക്രീസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനിഷ്യലി എയുടെ കോൺസെൻട്രേഷൻ 0.5 മോൾ പെർ ലിറ്റർ ആയിരുന്നു. അത് 0.4 മോൾ പെർ ലിറ്റർ ആയിട്ട് കുറഞ്ഞു ഇൻ 10 മിനിറ്റ്സ്. എങ്കിൽ നമുക്ക് ഇതിന്റെ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് റേറ്റിന്റെ എക്സ്പ്രഷൻ എഴുതണം. എയുടെ ടൈംസിലാണെങ്കിൽ അതിനെ -1/2 ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്ന് പറയാം. ഡെൽറ്റ എ എന്ന് പറയുന്നത് എയിലുണ്ടാകുന്ന ചേഞ്ച് ആണ്. സോ അത് 0.4 മൈനസ് 0.5 ആണ്, ഡിവൈഡഡ് ബൈ ടൈം 10 മിനിറ്റ്സ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0.005 മോൾ പെർ ലിറ്റർ പെർ മിനിറ്റ് എന്ന് കിട്ടും. ഇത് സെക്കൻഡിലാകണമെങ്കിൽ മിനിറ്റിനെ നമ്മൾ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക, 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്രകാരമാണ് നമ്മൾ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള റേറ്റിനെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്നും, ഒരു ലാർജ് ടൈം ഇന്റർവെല്ലിലുള്ള റേറ്റിനെ നമ്മൾ ആവറേജ് റേറ്റ് എന്നും പറയും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേറ്റിനെ കുറിച്ച് പഠിക്കാനുള്ളത്.